ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അയ്യുൽ അമലി അഫ്ളൽ ഫഖാല ഈമാനുൻ ബില്ലാഹി വറസൂലിഹി ഖീല സുമ്മ മാദാ ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഖീല സുമ്മ മാദാ ഖാല ഹജ്ജുൻ മബ്റൂർ. റവാഹുൽ ബുഖാരി. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം, നിശ്ചയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത ഏറിയത് ഏതാകുന്നു? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള വിശ്വാസം. വീണ്ടും ചോദിക്കപ്പെട്ടു, പിന്നെ ഏതാകുന്നു? അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. വീണ്ടും ചോദിക്കപ്പെട്ടു, പിന്നീട് ഏതാണ്? അവിടുന്ന് പറഞ്ഞു, പുണ്യകരമായിട്ടുള്ള ഹജ്ജ്. അപ്പോൾ ഈ ഹദീസ് ഇമാം ബുഖാരി 26, ഇമാം മുസ്ലിം 83 നമ്പറുകളിലായി കൊടുത്തിട്ടുള്ള കാര്യമാണ്. ചോദ്യം കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അഫ്ളൽ എന്നാണ്. അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയത് എന്നർത്ഥം പറയും, പക്ഷേ പ്രതിഫലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് അള്ളാഹുവിലും അവൻ്റെ റസൂലിലുമുള്ള വിശ്വാസമാണ് എന്നാണ്. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം ഒരു അമലാണ്, കർമ്മമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ റസൂലിലുള്ള വിശ്വാസവും ഒരു കർമ്മമാണ്, അമലാണ് എന്നാണ്. കാരണം ചോദ്യം കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായതേത് എന്നുള്ളതാണ്. അപ്പോഴാണ് ഈമാനും ബില്ലാഹി വറസൂലിഹി എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെയുള്ള വിവിധ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പല സന്ദർഭത്തിലും സന്ദർഭോചിതമായിട്ട് ചോദ്യകർത്താക്കളെ ഒക്കെ മാനിച്ചുകൊണ്ട് ഉത്തരങ്ങൾ നമുക്ക് വേറെയുമൊക്കെ കാണാവുന്നതാണ്. ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം കർമ്മങ്ങളിൽ ഏറ്റവും നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു, അനവധിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലമേറിയത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എന്താണ് അള്ളാഹുവിലുള്ള വിശ്വാസം? അൽ ഈമാനു ബില്ലാഹി അസ്സ വജൽ. ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹുവ തസ്ദീഖ് വൽ ഇഖ്റാറു ബിവുജൂദിഹി. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും എന്ന് മാത്രമല്ല, വ അന്നഹു തആല മൗസൂഫും ബി സിഫാത്തിൽ ജലാലി വൽ കമാൽ. സമ്പൂർണമായിട്ടുള്ള അവൻ്റെ വിശേഷണങ്ങൾ, അതുപോലെ തന്നെ അത്യുന്നതമായിട്ടുള്ള അവൻ്റെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളുള്ളവനായിട്ടുള്ള മുനസ്സഹുൻ അൻ സിഫാത്തിൻ നഖ്സ്, സകല ന്യൂനതകളിൽ നിന്നും പരമപരിശുദ്ധന ആയിട്ടുള്ള, അങ്ങനെ സമ്പൂർണനായിട്ടുള്ള, ഏറ്റവും ഔന്നിത്യമേറിയവനായിട്ടുള്ള, അത്തരം വിശേഷണങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടവനായിട്ടുള്ള ആ ശക്തി അവൻ. വ അന്നഹു വാഹിദുൻ, അവൻ ഏകനാണ്. ഹക്കുൻ, സത്യമായിട്ടുള്ളവനാണ്. സമദുൻ, എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനും അവന് ആരുടെയും ആശ്രയം വേണ്ടാത്തവനുമാണ്. ഫർദുൻ, അവൻ ഒരുവനാണ്. ഖാലിഖുൻ, സൃഷ്ടാവാൻ. ജമീഉൽ മഖ്ലൂഖാത്ത്, അതായത് സകലമാന സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടികർത്താവാണവൻ. യഫ്അലു ഫീ മുൽക്കിഹി മാ യുരീദ്, അവൻ അള്ളാഹു തൻ്റെ ആധിപത്യത്തിൽ അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. വയഹ്കുമു ഫീ ഖൽഖിഹി മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ, അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തൻ്റെ സൃഷ്ടികൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ശക്തി. വ അന്നഹുൽ മുസ്തഹിഖു വഹ്ദഹു ലികുല്ലി അൻവാഇൽ ഇബാദത്തി ദൂന മാ സിവാ, അവനാണ് സകലമാന ഇബാദത്തിൻ്റെ മുഴുവൻ അംശങ്ങൾക്കും അവകാശപ്പെട്ടവൻ. ആ സൃഷ്ടാവായിട്ടുള്ള, ആ മലിക്കായിട്ടുള്ള, രാജാധികാരിയായിട്ടുള്ള അള്ളാഹുവിന് മാത്രമേ
ഇബാദത്തിൻ്റെ ലികുല്ലി അൻവാഇൽ ഇബാദ, ഇബാദത്തിൻ്റെ എല്ലാ ഇനങ്ങളും വ അന്നഹുൽ മുസ്തഹിഖു വഹദഹു, ആ ഏകനായ റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. അവന് മാത്രമാണ് ആരാധനക്ക്, എല്ലാവിധ ആരാധനക്കും അവകാശമായിട്ടുള്ളവൻ. ദൂനമാ സിവാഹു, അവന് പുറമെ ഒരു ശക്തിക്കും ആരാധനക്ക് അവകാശമില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ 72-ാം അധ്യായം 20-ാം സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയുക പ്രവാചകരെ, തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ഇതാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചുരുക്കി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമതായി പ്രവാചകൻ നൽകുന്ന മറുപടി. അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, അബ്ദുള്ളയുടെയും ആമിനയുടെയും പുത്രനായിട്ടുള്ള മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ നബിയും റസൂലുമാണ് എന്ന് വിശ്വസിക്കലാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള, അദ്ദേഹത്തിന് അവതരിച്ച് കിട്ടിയിട്ടുള്ള കാര്യത്തിൽ സത്യസന്ധനാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പിൻപറ്റും. അദ്ദേഹത്തിൻ്റെ മതപരമായിട്ടുള്ള നടപടികൾ, ചര്യകൾ പിൻപറ്റുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനവും എന്ന് മാത്രമല്ല, വ അന്നഹു ഖാതമുൽ അംബിയ, പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയാണ് അദ്ദേഹം എന്ന്, ഇതൊക്കെ പ്രവാചകൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചര്യം, അത് പിൻപറ്റുക, സ്വീകരിക്കുക, ആ പ്രവാചകനെ ആദരിക്കുക. ആ പ്രവാചകൻ അവസാനത്തെ പ്രവാചകനാണ്, ഇനിയൊരു പ്രവാചകൻ ഉണ്ടാവുകയില്ല എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വിശ്വാസം. എന്ന് മാത്രമല്ല, മറ്റാര് മതത്തിൻ്റെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ പറഞ്ഞാലും അതിന് മീതെ ഏറ്റവും പ്രവാചകൻ എന്തു പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പ്രാധാന്യം കൊടുക്കുക. അതാണ് പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നമ്മൾ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ആരൊക്കെ കേട്ടോ, അദ്ദേഹത്തിൻ്റെ ശരീഅത്ത്, അദ്ദേഹം പ്രബോധനം ചെയ്തിട്ടുള്ള ശരീഅത്ത്, അതിനെക്കുറിച്ച് ആരൊക്കെ കേട്ടോ അത് പിൻപറ്റൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. എങ്കിലേ അവൻ വിശ്വാസിയാവൂ എന്നുള്ളത് അറിയുക. ഇതൊക്കെയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ അറിയുക. രണ്ടാമതായിട്ട് പറയുന്നത്, ഈ ഹദീസിൽ പറയുന്നത്, കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം എന്ന് പറയുമ്പോൾ ജിഹാദ്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമൊക്കെയുള്ള ജിഹാദ്, ആ ധർമ്മസമരം അത് വിവിധ രൂപത്തിലാണ്, പല സന്ദർഭങ്ങൾക്കനുസൃതമായിക്കൊണ്ടാണ്. ഇപ്പോൾ ഒരു ജിഹാദെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, വമ്പിച്ച ജിഹാദ് നടത്താൻ. അതെന്താ? ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്തുക. ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയും ജനങ്ങൾക്ക് പഠിപ്പിച്ചും സ്വയം പഠിച്ചും അങ്ങനെ ഖുർആനിക സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ള. മറ്റൊരു ജിഹാദാണ് ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ്. സ്വന്തം മനസ്സിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നയിക്കാനുള്ള ഈമാനിക കരുത്ത് നേടുക, അതാണ് ജിഹാദുൻ നഫ്സ്. അതുപോലെ ഇപ്പോൾ ജിഹാദു ഷൈത്വാൻ, പിശാച്ചിന് എതിരെയുള്ള പോരാട്ടം. പിശാച്ച് നമ്മളെ തിന്മയിലേക്ക് നയിക്കും, ദുർബോധനം നടത്തും. അപ്പോൾ അതിനൊക്കെ ഈമാൻ കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ മുസ്ലിം സമൂഹത്തെ മൊത്തത്തിൽ ആക്രമിക്കാൻ വരുന്നൊരു ഘട്ടത്തിൽ പ്രതിരോധം തീർക്കുക എന്നുള്ള ഒരു ജിഹാദുണ്ട്. ആ ജിഹാദ് തീർച്ചയായിട്ടും പ്രവാചകൻ്റെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, ബദറുണ്ടായതും മുഹദുണ്ടായതുമൊക്കെ ശത്രുക്കൾ മുസ്ലിം സമൂഹത്തെ ആക്രമിക്കാനും ഉന്മൂലനം ചെയ്യുവാനും സംഘടിച്ച് വന്നൊരു ഘട്ടത്തിൽ പ്രതിരോധം തീർക്കലായിരുന്നു. ജിഹാദെന്ന് പറയുന്നത്
വളരെ വിപുലമായ അർത്ഥത്തിലാണ് അത് മഹാനായിട്ടുള്ള ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അൽ ജിഹാദു അഖ്സാമുൻ ബിൻ നഫ്സി വൽ മാലി വദ്ദുആഇ വത്തൗജീഹി വൽ ഇർഷാദി വൽ ഇആനതു അലൽ ഖൈരി മിൻ അയ്യി ത്വരീഖിൻ വഅഅ്ളമുൽ ജിഹാദ് ജിഹാദു ബിൻ നഫ്സ് സുമ്മൽ ജിഹാദു ബിൽ മാൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുദീർഘമായി കൊണ്ട് പറയുകയാണ്. ജിഹാദിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അത് സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട്, നന്മകൾ ചെയ്തുകൊണ്ട്, അതുപോലെ ശരീരം കൊണ്ടുള്ള ജിഹാദ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളതിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. മൂന്നാമത്തേത് പുണ്യകരമായ ഹജ്ജ്, സുന്നത്തനുസരിച്ച് കൊണ്ടുള്ള ഹജ്ജിനാണ് പുണ്യകരമായ ഹജ്ജെന്ന് പറയുക. ഓരോ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴും ഇത് പ്രവാചകൻ പഠിപ്പിച്ചതാണോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.